ഹലോ, ഇന്ന് ഞാൻ ചുരിദാറൊക്കെ ഇട്ട് എവിടെ പോകാമെന്നറിയോ? ഞാൻ ആർട്ട് ഏഷ്യ ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. ബസ്സിലാണ് പോകുന്നത്. നന്ദൂട്ടന് ബസ്സിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ജൂലൈ എൻ്റെ ബർത്ത്ഡേ മാസമാണ്. അപ്പോൾ എല്ലാ വർഷവും ജൂലൈയിലാണ് ഈ ഒരു പരിപാടിയും വരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ കാത്തിരുന്ന് പോകുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇത്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ കൊട്ടും പാട്ടും മേളവും ഫുഡും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകാനൊക്കെ. അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തും കൂടാണ്. അപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ പാട്ടും മേളമൊക്കെ തുടങ്ങി കേട്ടോ. ഇനി ഇതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവേ. ഈ കാണുന്ന കലാകാരന്മാർ എല്ലാ വർഷവും ഇവിടെ വരുന്നതാണ് കേട്ടോ. 2014 തൊട്ടാണ് നമ്മൾ സൗത്ത് ആംപ്ടണിൽ താമസം തുടങ്ങിയത്. അപ്പോൾ തൊട്ട് എല്ലാ വർഷവും നമ്മൾ ഈ പരിപാടി കാണാൻ പോകാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ കണ്ട സെയിം കലാകാരന്മാരാണ് കേട്ടോ ഇപ്പോഴും ഇവിടെ ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അവിടെ കാണാൻ വന്നവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ പ്രോഗ്രാം. ൊക്കെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ട് ഇവർക്ക് കുറേ കയ്യടിയൊക്കെ കേൾക്കുമ്പം നമുക്കൊരു സന്തോഷമാണ് അത് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുമ്പോൾ. അവരുടെ കാലിൻ്റെ അവിടെ മുള്ളു പോലത്തെ ആണി പോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് അവർ കുറച്ച് നേരം ഡാൻസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവർക്ക് നല്ല പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവർക്കൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നാലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. പിന്നെ ആ മുള്ളു മാറ്റിയിട്ട് വാള് പോലത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ്. മറ്റേ അവർ നല്ല ഭംഗിയായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് വന്ന് നല്ല ഭംഗിയായിട്ട് ചെയ്ത് കേട്ടോ. അവിടെ ഇരുന്നവരെല്ലാം കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇവരുടെ പരിപാടിയൊക്കെ കണ്ട് പിന്നെ ഇനി അകത്തേക്ക് വേറെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫുഡും വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം 1:30 ആയിരുന്നു, അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നോക്കി നടന്നു. അപ്പോൾ എന്താ അവിടെ ഒരു സ്റ്റേജിൽ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നടന്നു എവിടുന്ന് വാങ്ങിക്കണ്ടേന്നൊക്കെ. എല്ലാത്തിൻ്റെയും തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ പുറത്ത് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നോക്കി ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു കടയുടെ ഒരു സ്റ്റോളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സാഞ്ച എന്ന് പറയുന്ന ഇത് പഞ്ചാബി ഫുഡാണ് മെയിനായിട്ട് അവിടെ കിട്ടുന്നത്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസും ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ ചോളെ ഭട്ടൂര, ലാം ബിരിയാണി, സമോസ ചാറ്റ് അതൊക്കെയാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന പരിപാടികളൊക്കെ ആസ്വദിച്ചു. അതിനുശേഷം ബാക്കി എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അറിയാനായിട്ടൊന്ന് നടന്നു. നന്ദൂട്ടനൊരു ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇന്ത്യൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതൊക്കെ ചുമ്മാ ഒന്ന് വായി നോക്കി നടന്നു. പ്രത്യേകിച്ച് അവിടെ നിന്നും വാങ്ങിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. ജസ്റ്റ് അവിടെയൊക്കെ ഇങ്ങനെ വായി നോക്കി നടന്നു. മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സാമഗ്രികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നു. കുറേ ഇന്ത്യൻസും കുറേ ഇവിടുത്തെ ആരും അങ്ങനെ എല്ലാ ഇടത്തു നിന്നുമുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആളും ബഹളമൊക്കെ ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് കാണാൻ പറ്റുന്ന അവസരങ്ങളാണ് ഇങ്ങനത്തെ ആർട്ട് ഏഷ്യ ഫെസ്റ്റിവൽസൊക്കെ. അപ്പോൾ ഞാൻ എല്ലാ വർഷവും നോക്കിയിരുന്ന് മുടങ്ങാതെ പോകാറുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് ജ്വല്ലറി ഒക്കെ കിട്ടുന്നൊരു ഷോപ്പും ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനൊക്കെ വെച്ചിട്ടുള്ളതുപോലെ. അതൊക്കെ ഇങ്ങനെ വാങ്ങി നോക്കി നടന്നു. കുറച്ച് സാരി കിട്ടുന്ന സ്ഥലങ്ങളും കണ്ടു. അങ്ങനെ നോക്കി നടന്നപ്പം നമ്മുടെ നേരത്തെ കലാകാരന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.